ഇപ്പോൾ 4 കുരുന്നുകളുടെ ജീവൻ പൊലിഞ്ഞ കരിമ്പാസ് ഹയർ സെക്കൻഡറി സ്കൂൾ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അവിടെ അനുശോചന യോഗം നടക്കുകയാണ് തത്സമയം. നാല് വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് ശേഷം ഇന്നാണ് ഈ സ്കൂൾ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത്. നമുക്കറിയാം, അത്ര കണ്ട് വേദനാജനകമായ ഒരു നിമിഷത്തിലൂടെയാണ് ആ ഓരോ വിദ്യാർത്ഥികളും അവിടെയുള്ള അധ്യാപകരും നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. നമുക്ക് ഈ ഒരു 4 വിദ്യാർത്ഥിനികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നു, ഇവരോടൊപ്പം ഉണ്ടായിരുന്നു, ഈ സഹപാഠികളോടൊപ്പം അവരും ആർത്തുല്ലസിച്ച് ഓരോ ദിവസവും അവർ ആ സ്കൂളിനെ സജീവമാക്കിയിരുന്നവരാണ് ഇന്നിപ്പോൾ ഇല്ലാണ്ടായിരിക്കുന്നത്. അവരുടെ ആ ഒരു വിയോഗത്തിന് ശേഷം, ആ വേദനയ്ക്ക് ശേഷം വീണ്ടും അവരെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് അവരുടെ ഈ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രവൃത്തി ദിവസങ്ങൾ ആരംഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓരോ വിദ്യാർത്ഥികളുടെയും മുഖത്ത് കാണുന്ന ആ ഒരു ദുഃഖം തന്നെയാണ് ആ 4 വിദ്യാർത്ഥിനികൾ ഇവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അഭിജിത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. അഭിജിത്ത്, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അനുശോചന യോഗം 9 മണിക്ക് തന്നെ ആരംഭിച്ചു. ഈ യോഗത്തിന് ശേഷമാകും അവിടെ പ്രവൃത്തി ദിവസം ആരംഭിക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങളുടെ മുഖത്തും നമുക്ക് ആ ഒരു ദുഃഖം, അവരുടെ സഹപാഠികളെ വേർപിരിഞ്ഞതിൻ്റെ, ആ സഹപാഠികൾ അവരിൽ നിന്ന് വിട്ടുപോയതിൻ്റെ ദുഃഖം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഹലോ സിന്ധൂരി, പാലക്കാട് 4 കുട്ടികളുടെ വിയോഗത്തിൽ പിന്നാലെ കരിമ്പ സ്കൂൾ ഇന്ന് 4 കുട്ടികളുടെ വിയോഗത്തിന് പിന്നാലെ കരിമ്പ സ്കൂളിലെ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നും വീണ്ടും തുറക്കുകയാണ്. 9 മണിക്ക് ശേഷം അനുശോചന യോഗം ആരംഭിച്ചു. തുടർന്ന് ഇന്ന് ക്ലാസ്സുകൾ ആരംഭിക്കും. ക്രിസ്മസ് പരീക്ഷയാണ് വിദ്യാർത്ഥികൾക്ക്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകാനും ഇന്ന് പ്രത്യേക സംവിധാനം ഇവിടെ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. കരിമ്പ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയായതിനെ തുടർന്ന് ഇന്ന് അപകടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇന്ന് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. അപകടങ്ങൾ ആവർത്തിക്കാനുള്ള മുൻകരുതലുകളാണ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ പ്രധാനമായും പരാമർശിക്കുന്നത്. 2 മാസത്തിനിടെ 6 പേര് മരിച്ച കല്ലടിക്കോട്, അയ്യപ്പൻകാവും, മുണ്ടൂർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പരിശോധന പൂർത്തീകരിച്ചാണ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുക. ജില്ലാ കളക്ടർക്ക് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ മന്ത്രി കെ ഗണേഷ് കുമാർ ഇന്ന് റിപ്പോർട്ടിനെ സംബന്ധിച്ച് പഠനം നടത്തും. സിന്ധൂരി, അഭിജിത്ത്, ഈ റോഡുകളിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം ഈ അടുത്ത കാലത്ത് നോക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡുകളുടെ ഒരു അപാകതയായിരുന്നു ഒരു സമയത്ത് റോഡ് അപകടങ്ങൾ കൂട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ നല്ല റോഡുകൾ, അവിടെ ഉണ്ടാകുന്ന അമിത വേഗത ഒക്കെ തന്നെ ഈ ഒരു റോഡ് അപകടങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇവിടെ പക്ഷേ നേരെ വ്യത്യസ്തമാണ് കാര്യങ്ങൾ. ദേശീയപാതയിൽ ഉണ്ടായ ഒരു പിഴവായിരിക്കാം ഈ ഒരു അപകടത്തിന് എന്ന രീതിയിലുള്ള പഠനങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ ഈ അനുശോചന യോഗത്തിന് ശേഷം ഇന്ന് വീണ്ടും അവരുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ സഹപാഠികളെ, അവരുടെ കൂട്ടുകാരികളെയാണ് അവർക്ക് നഷ്ടമായത്. അപ്പോൾ ആ ഒരു വേദനയിൽ നിന്നും അവർക്ക് വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ അഭിജിത്ത് പറഞ്ഞതുപോലെ കൗൺസിലിങ്ങിൻ്റെ മറ്റും സഹായം ആവശ്യമാണ്. അത്തരത്തിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇന്നു മുതൽ ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത്? മാനസികമായിട്ടും വിദ്യാർത്ഥികൾക്ക് പ്രധാനമായിട്ടും മാനസികമായിട്ടുള്ള പിന്തുണ നൽകുന്ന രീതിയിലുള്ള കൗൺസിലിംഗ് കാര്യങ്ങളുമാണ് ഇന്ന് ഇവിടെ പ്രധാനമായിട്ടും സജ്ജീകരിച്ചിട്ടുള്ളത്. ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമാണ്, പരീക്ഷകളാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ദുരന്ത പശ്ചാത്തലത്തിൽ വളരെ മാനസികമായിട്ട് പിരിമുറുക്കം നേരിടുന്നുണ്ടാകും. അത്തരം വിദ്യാർത്ഥികൾക്ക് ഒപ്പം സഹപാഠികൾക്ക് ഒക്കെ ഇത്തരം ഈ കൗൺസിലിംഗ് നൽകുന്നതിലൂടെ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രത്യേക പദ്ധതിയാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. സിന്ധൂരി.
അഭിജിത്ത്, നമ്മൾ ഈ പറഞ്ഞ ഈ 4 കുട്ടികളും ഒരു ഒരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു അപകടത്തിലൂടെ അവരുടെ ജീവൻ നഷ്ടമാവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ കൗൺസിലിങ്ങും അവർക്ക് വേണ്ട ഒരു മാനസികമായ പിന്തുണ നൽകേണ്ടതും അത്യാവശ്യമാണ്. അതേസമയം വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിലെ വിവിധ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ടും ഇന്ന് ജില്ലാ കളക്ടർക്ക് കൈമാറുന്ന ദിവസവും ഇന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ അറിയുവാൻ സാധിച്ചിട്ടുണ്ടോ? ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റെന്തൊക്കെ തുടർ പ്രവർത്തനങ്ങളായിരിക്കാം ഈ ഒരു കേസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു. താൽക്കാലിക ഡിവൈഡറുകളും അതുപോലെ തന്നെ റോഡിൽ ഗ്രിപ്പുകളും ഉണ്ടാക്കുന്ന പ്രവൃത്തി ഇന്നലെ തന്നെ ആ അപകടം നടന്നത് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ നടന്നിരുന്നു. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ് ഇനിയുള്ള റിപ്പോർട്ടിന് ലഭിച്ച ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുക. താൽക്കാലിക ഡിവൈഡറുകൾ മാറ്റി പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥിരം ഡിവൈഡറുകൾ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. അതിന് നാഷണൽ ഹൈവേയോട് ഫണ്ട് ചോദിക്കും. അല്ല എന്നുണ്ടെങ്കിൽ അവർ അത് തരുന്നില്ല എന്നുണ്ടെങ്കിൽ കേരള സർക്കാർ നേരിട്ട് അത് പൂർത്തീകരിക്കും എന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും കഴിഞ്ഞ ദിവസം നടന്നുള്ള മീറ്റിങ്ങിൽ ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉറപ്പ് നൽകിയിരുന്നത്. സിന്ധൂരി. വ്യക്തമാണ് അഭിജിത്ത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് വീണ്ടും തുറക്കുകയാണ്. തങ്ങളുടെ സഹപാഠികൾക്കുള്ള അനുശോചന യോഗമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അനുശോചന യോഗത്തിന് ശേഷം കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് പോലുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകും. അവരെ വീണ്ടും ഒരു സാധാരണ ജീവിതത്തിലേക്ക്, അവരുടെ മാനസിക സമ്മർദ്ദം കുറച്ച് അവരെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന തരത്തിലുള്ള ഒരു സാധാരണ ദിവസങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ജില്ലാ കളക്ടർക്ക് കൈമാറുകയും ചെയ്യും. അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.